സംസ്ഥാനത്തെ സ്കൂളുകളിലും കലാലയങ്ങളിലും സമാധാനാന്തരീക്ഷം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട് സംസ്ഥാന സർക്കാർ. പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഒരു വർഷം തികയാനിരിക്കെയാണ് ക്രൂരതയുടെ കോട്ടയം മോഡൽ പുറത്തുവരുന്നത്. പല കേസുകളിലും കുറ്റക്കാർ ഇടതുപക്ഷ സഹയാത്രികരാകുന്നതോടെ ഇവരെ സംരക്ഷിക്കുന്ന നടപടി ഇത്തരക്കാർക്ക് പ്രയോജനകരമാകുക എന്നൊന്നും വിമർശനം ശക്തമാവുകയാണ്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ക്രൂര റാഗിങ്ങിന്റെ ഞെട്ടൽ മാറും മുൻപ് കണ്ണൂരിലും സമാന സംഭവമുണ്ടായി. നോട്ടം ശരിയല്ല, ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞ കൊളവല്ലൂരിൽ +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ച് എല്ലൊടിച്ചു. കൊളവല്ലൂർ PRM സ്കൂളിലാണ് സംഭവം. +2 വിദ്യാർത്ഥികളായ 5 പേരെ പ്രതി ചേർക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തലസ്ഥാനത്ത് പാറശാലയിൽ ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതികൾ ഉയർന്നു. CSI ലോ കോളേജ് 3ാം വർഷ നിയമ വിദ്യാർത്ഥിയും നെടുമങ്ങാട് സ്വദേശിയുമായ ആദിറാമിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 4 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പാറശാല പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോഴും കലാലയങ്ങളിലും സ്കൂളുകളിലും സമാധാന അന്തരീക്ഷം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇടത് സർക്കാർ. പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ട് ഈ മാസം 18-ന് ഒരു വർഷം തികയാൻ ഒരുങ്ങുമ്പോഴാണ് ക്രൂരതയുടെ പുത്തൻ രീതികൾ പുറത്തേക്ക് വരുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിൽ ഏറിയ പങ്കും ഇടതനുകൂല വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണെന്നതാണ് ശ്രദ്ധേയം. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തുന്നുമില്ല. അഥവാ നടപടിയെടുത്താൽ അവരെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നതിലും വിമർശനം ശക്തമാണ്. സർക്കാർ ഉണർന്നാൽ ഇത്തരം കുറ്റകൃത്യം കുറയുമെന്ന് ജനം പറയുമ്പോൾ സർക്കാർ അതിനോട് മുഖം തിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.